ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് സ്ലിപ്പ് നോട്ട് പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോം ഒക്കെ ഞാൻ ചെയിൻ സ്റ്റിച്ചിൻ്റെ വന്നിട്ട് CH ആണ്, അത് ഞാൻ ബ്രാക്കറ്റിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ലിപ്പ് നോട്ടും അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷറ്റ് ആണ്. അതിന് ഷോർട്ട് ഫോം വന്നിട്ട് SC എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷറ്റ്. ആക്ച്വലി ഇത് ബ്ലാക്കിൽ കുറച്ച് തിക്കിൽ ഞാൻ ചെയ്ത് കാരണം മനസ്സിലാവുന്നില്ല നേരെ. ഇത് ഞാൻ സ്ലോവിൽ ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം, അതായത് കുറച്ച് ലൂസായിട്ട് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കോട്ടൺ യാണല്ല, ഇത് കോട്ടണും ഒരു അക്രിലിക് ആണെന്നാണ് ഇതിനെ പറയുക. ഒരു ഇത്തിരി എത്രയോ പെർസെൻറ്റേജ് മാത്രമാണ് ഇതിൽ കോട്ടൺ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളൻ ത്രെഡ് എന്നാണ് മെയിനായിട്ട് പറയുക. ഈ ഒരു ഉള്ളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2.5 mm ഇതുപോലത്തെ നീഡിൽ നമ്മുടെ ക്രോഷയുടെ നീഡിലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീഡിലിൻ്റെ അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ത്രെഡ് എടുത്തിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. എങ്ങനെ സ്ലിപ്പ് നോട്ട് ഇടുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു കയ്യിൽ വയ്ക്കുക, ഒരു നമ്മുടെ ചൂണ്ടുവിരലിൽ വയ്ക്കുക, എന്നിട്ട് നമ്മുടെ തള്ളവിരലും കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഈ വശം ഉണ്ടല്ലോ, ഈ ഒരു തുമ്പ് വന്നിട്ട് നമ്മൾ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആവും. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. ഇത് നിങ്ങൾക്ക് നീഡിലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെറുതാക്കും വലുതാക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ അറ്റത്ത് പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നീഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിന് ശേഷം നമ്മൾ നീഡിൽ നമ്മുടെ ത്രെഡ് പിടിക്കണതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ചെറുവിരലിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരലിൽ ഇങ്ങനെ ചുറ്റുക കേട്ടോ. ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ ത്രെഡ് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സിന് ഇട്ടത് കാരണം ഇനി ഇത് കൂടുതൽ ഞാൻ ഒന്നും പറയണില്ല. ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ചെയിൻ സ്റ്റിച്ച് വേണം അത്രയും ചെയ്യാം കേട്ടോ. എല്ലാ സ്റ്റിച്ചിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് ബാക്കിയുള്ള സിംഗിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതവിടെ കുറച്ച് ചെയിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ, കുറച്ച് ചെയിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഇതിൽ എങ്ങനെയാണ് സിംഗിൾ ക്രോഷറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ചെയിൻസ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 ഒരു 10 ഇടാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ 10 ചെയിൻസ് ഇടുന്നുണ്ട്. എത്ര കൂടുതൽ വേണോ കുറവ് വേണോ എന്നനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കയ്യിലെ ത്രെഡ് നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ ത്രെഡ് കുറയുമല്ലോ, അപ്പോൾ ചുറ്റി കൊടുക്കുക കേട്ടോ കയ്യിൽ. ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം 10 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ഇപ്പം ഇതാണ്, അതായത് ഇത് നമ്മൾ ചെയിനായിട്ട് കണക്കാക്കില്ല, ഇതാണ് ചെയിൻ. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കണ്ടോ, 1 2 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 സ്റ്റിച്ച് ഉണ്ട്. ഇനി നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടി ഈ 10ാമത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇത് നമ്മൾ വിടുക. ഇത് വിട്ടിട്ട് ഈ 9ാമത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഈ ഇടയിൽ കൂടെ, അതായത് ഈ സ്റ്റിച്ചിൻ്റെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നീഡിൽ ഇടുക. ഇട്ടതിന് ശേഷം നമ്മുടെ ഈ നീഡിൽ ഇങ്ങനെ ത്രെഡിൽ വെച്ചിട്ട് ഈ ഒരു ഹോൾഡ് ഉള്ളിൽ കൂടെ വലിക്കുക. ഓക്കെ, 10ാമത്തെ സ്റ്റിച്ച് നമ്മൾ വിടുക സിംഗിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഹോളിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ നമ്മുടെ നേർക്ക് പിടിക്കുക. എന്നിട്ട് ഈ നൂലിൻ്റെ അടിവശത്തു കൂടെ എടുത്തിട്ട് ഈ നൂല് വന്നിട്ട് നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 2 ത്രെഡ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, 2 ത്രെഡ്, അതായത് 2 ലൂപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്ന സമയത്ത് സെയിം നമ്മൾ നീഡിൽ നമ്മുടെ നേർക്ക് പിടിക്കുക, ത്രെഡ് ഇങ്ങനെ ചുറ്റുക നീഡിൽ, എന്നിട്ട് നമ്മൾ ഈ 2 ത്രെഡിൻ്റെയും ഉള്ളിൽ കൂടെ വലിക്കുക, എന്നിട്ടൊന്ന് വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ലൂപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മളിപ്പോൾ ചെയ്തത് 9ാമത്തേതിൽ, ഇനി നമ്മൾ 8ാമത്തേതിലാണ് ചെയ്യുന്നത്. 8ാമത്തെ ഈ ഒരു ഹോൾഡ് ഉള്ളിൽ കൂടെ ഇടുക,
നമ്മുടെ ത്രെഡ് നമ്മൾ നീഡിലിൽ ചുറ്റുക, ഈ ഹോളിൻ്റെ 8ാമത്തേൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. എന്നിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം, അത് ബ്ലറായിപ്പോയി, സോറി. ഇതാ 8ാമത്തെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നീഡിൽ ചുറ്റിയതിന് ശേഷം നമ്മൾ നൂല് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. നമ്മൾ വീണ്ടും നൂല് ചുറ്റിയിട്ട് ഈ ഒരു 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയണത് കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര ചെയിൻസ് ഉണ്ടോ അത്രയും ചെയിൻസിൽ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് 7ാമത്തേലാണ്. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, 2 ലൂപ്പ് കിട്ടുക, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇനി നമ്മൾ 6ാമത്തേൽ ചെയ്യണം. അതിൻ്റെ ഉള്ളിലിടുക, നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, പിന്നെയും നമ്മൾ 2 ലൂപ്പ് കിട്ടുക, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇങ്ങനെ ഇത് ഫുള്ളും ഞങ്ങൾ ആദ്യം ചെയ്യണം കേട്ടോ. അതായത് ഇതും കൊണ്ട് എങ്ങനെയാണ് ഹെയർ ക്ലിപ്പിനുള്ള ചെറിയൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ചെയിനിൽ, അതായത് നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് തരുമ്പോൾ ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിലും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു സിംഗിൾ ക്രോഷറ്റും കൂടെ ഇതിൽ ചെയ്യുക ലാസ്റ്റ് വന്നിട്ട്. ഓക്കെ, കണ്ടോ, ഇതാണ് സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയണത്. ഞങ്ങൾ എത്രത്തോളം വലിച്ച് ടൈറ്റ് ആക്കണോ അത്രത്തോളം നല്ല ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ, നല്ല ഹോളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എടുത്തിട്ട് ഞാനൊരു കുഞ്ഞു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് നിർത്തിയില്ലേ, ഇനി നേരെ ഈ ഒരു നമ്മൾ ഈ വർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം നേരെ തിരിക്കുക. ഓക്കെ, ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഇവിടെ ഒരു ചെയിൻ നമ്മൾ ഇടുക. ഈ അറ്റത്ത് കണ്ടോ, ഈ അറ്റത്ത് നമ്മൾ ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ഞങ്ങൾ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഈ ഒരു ലൂപ്പ് കണ്ടോ, ഈ ഒരു ലൂപ്പിൻ്റെ അകത്തേക്ക്, അതായത് ഒരു ലൂപ്പിൻ്റെ അകത്തേക്ക് ഇത് ഇടുക. നീഡിലിട്ടതിന് ശേഷം വീണ്ടും വലിക്കുക, വീണ്ടും സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. വീണ്ടും നമ്മൾ ത്രെഡ് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വലിക്കുക. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2 വിരലും വിട്ടു പോകരുത് കേട്ടോ. വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, തെന്നി പോകും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഹോളിലിട്ടിട്ട് നമ്മൾ വീണ്ടും സിംഗിൾ ക്രോഷറ്റ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം, എത്ര ലെയർ വേണം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ബാഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ബാഗ്, പേഴ്സ് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് വലിയ സ്റ്റിച്ചുകളൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു കുഞ്ഞു മോഡൽ നമുക്ക് ചെയ്തെടുക്കാം. അതായത് സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു ഹെയർ ആക്സസറീസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റത്തെ റോയും കൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സിംഗിൾ ക്രോഷറ്റ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ നീഡിലും അതുപോലെ തന്നെ ത്രെഡും ഒക്കെ ഞങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തുള്ള ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. വളരെ വില കുറവുള്ളൂ, 12 രൂപ 13 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ഈ നീഡിലാണെന്നുണ്ടെങ്കിലും ത്രെഡ് ആണെന്നുണ്ടെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് ഇത്തിരി നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചാൽ, അതായത് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഇല്ലാത്ത സമയത്ത് നമ്മൾ സെയിൽ ചെയ്യാൻ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ച് ചെയ്താൽ നല്ല രീതിയിൽ വരുമാനം കിട്ടണ ഒരു മാർഗ്ഗം തന്നെയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. കുറച്ച്, അതായത് നമ്മുടെ കൈ കുറച്ചൊന്ന് ഇതാവും, വേദനയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത്. പക്ഷേ ചെയ്ത എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് സത്യം പറഞ്ഞാൽ വേറെ ഇല്ല. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ റോയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊരു കുഞ്ഞു ഹെയർ ആക്സസറി ഇതിലെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് പോലെയല്ല. അതായത് ഈ ആരി വർക്കൊക്കെ ചെയ്യണവർക്ക് അറിയാൻ പറ്റും, ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ആരി വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ത്രെഡ് വന്നിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കണത്, ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യാം കേട്ടോ. ഇപ്പം കണ്ടോ, ഇത് ഫിനിഷ് ചെയ്തു. ഇപ്പം ഞങ്ങളിത് ഫിനിഷ് ചെയ്തിട്ട് ഈ നീഡിൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു.
എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നോട്ട് ഇടാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഈ അറ്റത്ത് പിടിച്ചാൽ, അതായത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഈ ഒരു കൈ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഈ നൂലഴിക്കാൻ വേണ്ടി ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ നോക്കി ഞാൻ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ടക്ക് ടക്ക് ടക്കെന്ന് അഴിഞ്ഞ് വരും ആ സാധനം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൈ ഒരു കാരണവശാലും നൂലിന്ന് കൈ വിടരുത്, അതായത് നിങ്ങളുടെ വിരൽ വലിക്കരുത് കേട്ടോ. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിച്ചൊക്കെ, അതായത് ഇത്രയും നേരം നമ്മൾ വെള്ളത്തിൽ വരച്ച പോലെ ആവും. അപ്പോൾ കൈ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ത്രെഡ് നമ്മുടെ വിരലിൽ നിന്ന് വിടാതിരിക്കുക. വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് അഴിഞ്ഞ് വരും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഴിഞ്ഞാൽ എന്താണ്, വീണ്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തില്ല. ഇനി നമ്മൾ ഈ നീഡിലുള്ള ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിക്കുക, കുറച്ചൊന്ന് വലിച്ചിട്ട് ഇത്ര ലെങ്ത്താക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കട്ട് ചെയ്തില്ലേ. ഇനി നമുക്ക് ഈ വശം ഇതിൻ്റെ ഒരു അറ്റത്ത് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ എൻഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുക്കുക. ഓക്കെ, ഇപ്പം അത് ടൈറ്റായി. ഇനി നിങ്ങൾ എവിടെ പിടിച്ച് വലിച്ചാലും ഇത് അഴിഞ്ഞു വരില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൂത്രപ്പണി. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ എൻഡ് വശം ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ നൂലൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ ആ എൻഡിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയണമെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിന് അങ്ങനെ ഒരു എന്തായാലും ഇങ്ങനെ ചെയ്ത് അഴിഞ്ഞു പോയില്ല എന്നൊരു ഐഡിയ വരുമല്ലോ, അങ്ങനെ തോന്നിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തു. ഇനി ഈ എൻഡും അതുപോലെ നമ്മളിതാ ഈ ഒരു ഹോൾഡ് അകത്തു കൂടെ നമുക്ക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഇതും കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു പീസായില്ലേ, ഇതുപോലെ ഒരു 2 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സൈഡും ജോയിൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു കുഞ്ഞു പേഴ്സോ ബാഗൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഒരു നാര് കണ്ടോ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലേ, ഈ ഒരു ഉള്ളൻ ത്രെഡിൽ വന്നിട്ട് ഇതുപോലൊരു കണ്ടോ, ഈ ഒരു നാരുണ്ട്. അപ്പോൾ ഈ ഒരു നാര് പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലൊരു ലൈറ്റർ എടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ലൈറ്റർ എടുത്തതിന് ശേഷം ഈ ഒരു നാരുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഒന്ന് മെല്ലെ ആക്കാനേ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചൊക്കെ വിട്ടു വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ മെല്ലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലും എല്ലാവിടെയും ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ ആ ഒരു നൂലൊന്നും എണീച്ച് നിൽക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയണില്ല, അല്ല കുറച്ച് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഹെയർ ആക്സസറീസ് ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം അടിവശത്തിലോട്ട് ഇങ്ങനെ മടക്കുക, ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ മടക്കുക, രണ്ടറ്റവും ഇങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കുക. ഇപ്പോൾ ഒരു ബോയിൻ്റെ ഷേപ്പായില്ലേ. ഇനി ഞങ്ങളിതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കെട്ടുമോ ഇല്ലയെന്നുണ്ടെങ്കിൽ തുന്നിക്കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ത്രെഡ് വെച്ചിട്ടുണ്ട് ഞാൻ കെട്ടിത്തരാം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ കെട്ടണേ. ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്ററിൽ കെട്ടാൻ വിട്ട് ഞാൻ കെട്ടിയത് സൈഡിലെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൊരു ബോ നമുക്കിവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. നോർമൽ നമ്മുടെ ചെയിനും അതുപോലെ തന്നെ സിംഗിൾ ക്രോഷറ്റും വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു ബോ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ഫോം ഷീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കീറിപ്പോവും. പക്ഷേ ഇത് നോക്കൂ, ഇതിന് ഒന്നും സംഭവിക്കില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. നമ്മൾ നല്ല സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ നല്ല ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ത്രെഡൊക്കെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കംപ്ലൈൻറ്റും പറ്റില്ല. കുട്ടികൾ പിടിച്ച് വലിച്ചാലും ഇത് അഴിഞ്ഞു വരുമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ സെൻറ്ററിൽ ഒരു ഗമ്മും കൂടെ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. സ്റ്റോൺസ് വേണമെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ബോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. വെറും 100 രൂപ, 100 രൂപ മതി ഞങ്ങൾക്ക്. ഒരു നീഡിലും
അതുപോലെ തന്നെ ഒരു ലൈറ്ററും ഒരു 2-3 ത്രെഡും വാങ്ങിക്കാനുള്ള പൈസക്ക് നിങ്ങൾക്ക് വെറും 100 രൂപ മതി കേട്ടോ, ഇത്രയും 3 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം കൂടുതൽ പൈസ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കാൻ. ഇഷ്ടമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.